ഹേ ഗായ്സ്, ഞാൻ കുറച്ച് മുന്നേ എന്താ പറയാ ഒരു 4ാം ക്ലാസ്സുകാരിയെ സ്കൂൾ വിട്ട് വരുന്ന വഴി, ബസ് ഇറങ്ങി സ്കൂൾ വിട്ട് പോകുന്ന വഴി, എന്താ പറയുക വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു യുവാവ് പിന്തുടർന്ന് വാച്ച് ചെയ്തെത്തി ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കി. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു പെൺമക്കളെ നടന്ന് പോകാനും ഒറ്റയ്ക്ക് പോകാനും ആവാത്തൊരവസ്ഥയായിപ്പോയി ഇപ്പോൾ. കാരണം അത്രയും നമ്മളെ കേരളം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ലോകം പോകുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും പേടിയോടെ വേണം നമ്മൾ പെൺമക്കളെ എന്താ പറയാ സ്കൂളിലേക്ക് വിടുമ്പോൾ ആയപ്പോലും മദ്രസയിൽ വിടുമ്പോൾ ആയപ്പോലും സൂക്ഷിക്കാൻ 100 കണ്ണ് വേണം നമ്മളെ മക്കള് മേലില്, ആൺമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ. പേടിയാവുന്നു. അപ്പോൾ ആ ഒരു ഷോപ്പിലെത്തിയിട്ട് അവൻ കാണിച്ച പരാക്രമം, ആ കുട്ടീനെ കിട്ടാതെ പോവില്ല എന്നുള്ള നിലയിൽ വരെ അവൻ എത്തണമെങ്കിൽ അവൻ എന്തായിരിക്കണം അവൻ്റെ മൈൻഡ്? ഒന്നുകിൽ ഡ്രഗ്സ് അഡിക്റ്റ് ആയിരിക്കണം, അതല്ലെങ്കിൽ വേറെന്തോ അടിച്ചിട്ട് വന്നതാവണം. എന്താ പറയാന്ന് പറയാ, എന്താ പറയാ ഡ്രസ്സ് കടയിൽ അവരുടെ എല്ലാ ഡ്രസ്സും വലിച്ച് വാരി പുറത്തിട്ടു. അവിടെയുള്ള കടക്കാർ ഒരുപാട് എന്താ പറയാ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു എന്നാണ് അവിടെയുള്ള ഒരു സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു, റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അത് മാമനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാമനല്ലല്ലോ, കുട്ടിയുടെ മാമനെ എനിക്കറിയാം, കുട്ടിയുടെ മാമനാണ് എല്ലാ ദിവസവും ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാറ്, അപ്പോൾ അവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു മാമനല്ലല്ലോ എന്ന് പറഞ്ഞു. അത് ആശയുടെ വല്യമ്മയുടെ മോനാണെന്ന് പറഞ്ഞു. ആശ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ അമ്മയുടെ പേരാണ്. അപ്പോൾ ആശയുടെ വല്യമ്മയുടെ മോനെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പരിചയമുള്ള ആരോന്ന് വെച്ച് ഞാൻ ഫ്രോക്ക് കാണിച്ചു. പിന്നീടും എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ജിൻസി എന്ന് പറഞ്ഞ ആളും ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവളും എന്നെ നോക്കണോണ്ട് എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പോൾ തന്നെ കുട്ടിയുടെ അമ്മയെ ഫോൺ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ ഇത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു മോളെ ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു, റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അത് മാമനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാമനല്ലല്ലോ, കുട്ടി ഒരാൾ നിന്നിട്ട് ഈ കുട്ടിയെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അയാൾ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നീങ്ങി നിന്നിട്ട് കുട്ടിയെ കൈയാട്ടി വിളിച്ചു. അപ്പോൾ കുട്ടി പോയില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ അയാൾ ഇപ്പുറത്തേക്ക് പാസ് ചെയ്ത് വന്നു, കടയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് പോയി എന്തോ സംസാരിക്കുക, കുട്ടിയെ പിടിച്ചിട്ട് എന്തോ അമ്മയുടെ പേര് ചോദിക്കുക എന്തോ ചെയ്തു. അങ്ങനെ കുട്ടി പേടിച്ചിട്ട് അകത്തേക്ക് കയറി വന്നു. അപ്പോൾ അയാളും ഒപ്പം കയറി വന്നു. ഞാൻ പുറകിലായിരുന്നു. എൻ്റെ സ്റ്റാഫ് ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു കസ്റ്റമർ ഉണ്ട്, ഫ്രോക്ക് വേണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എണീറ്റ് വന്നു നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ള കുട്ടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ ഇത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ആ കുട്ടി ഇവിടെ ഇറങ്ങിയ സമയത്ത് അപ്പുറത്ത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാമനല്ലല്ലോ, കുട്ടിയുടെ മാമനെ എനിക്കറിയാം, കുട്ടിയുടെ മാമനാണ് എല്ലാ ദിവസവും ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാറ്, അപ്പോൾ അവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു മാമനല്ലല്ലോ എന്ന് പറഞ്ഞു. അത് ആശയുടെ വല്യമ്മയുടെ മോനാണെന്ന് പറഞ്ഞു. ആശ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ അമ്മയുടെ പേരാണ്. അപ്പോൾ ആശയുടെ വല്യമ്മയുടെ മോനെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പരിചയമുള്ള ആരോന്ന് വെച്ച് ഞാൻ ഫ്രോക്ക് കാണിച്ചു. പിന്നീട് 40 വയസ്സിലും ജിൻസി എന്ന് പറഞ്ഞ ആളും ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവളും എന്നെ നോക്കണോണ്ട് എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പോൾ തന്നെ കുട്ടിയുടെ അമ്മയെ ഫോൺ വിളിച്ചു, ആശയെ ഫോൺ വിളിച്ച് ആശ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു ആശ ഇതാ കുട്ടിയുടെ അമ്മാവനെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നിൻ്റെ വല്യമ്മയുടെ മോനെന്ന് പറഞ്ഞിട്ടാണ് മോളെയും കുട്ടി ഇവിടെ വന്ന് ഉടുപ്പ് ചോദിച്ചത്, ആശയുടെ വല്യമ്മയുടെ മോനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആശ പറഞ്ഞു ഇല്ല എൻ്റെ വല്യമ്മയുടെ മോനല്ല, നീ ആരാന്ന് അവനോട് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവൻ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തെയും ചീത്ത വിളിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ ഹസ്ബൻഡ്, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. ഫ്രോക്ക് വേണം എന്ന് പറഞ്ഞാണ് ആ ഷോപ്പിലെത്തിയത്. ആ കുട്ടി അതിന് മുന്നേ അവിടെ ഓടിക്കയറി എത്തിയതാണ്. അപ്പം അവിടെ എത്തിയിട്ടാണ് അവൻ പറയുന്നുള്ളത് ഒരു ഫ്രോക്ക് വേണം. അപ്പം ഈ ഏച്ചിൻ്റെ അടുത്ത് പറയാണ് പോലും ഫ്രോക്കിന് ആൾ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്രോക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കുട്ടിയെ കൊണ്ടുപോകാനുള്ള പ്ലാനിലായിരുന്നു അവൻ. നല്ല പ്ലാൻഡ് ആയിട്ട് വന്ന് നിന്ന് തന്നെയാണ്. കുറേ ടൈമായിട്ട് ആ കുട്ടീനെ വാച്ച് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയാ ആരെയോ പറഞ്ഞത് പ്രകാരമാണോ വന്നത് നമുക്ക് പറയാൻ പറ്റൂല. ഇത്തരക്കാരെ നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മക്കളെ സ്കൂളിൽ വിടുമ്പോഴും മദ്രസയിൽ വിടുമ്പോഴും ഒക്കെ. എന്തായാലും ദൈവം പോലെ ആ ഒരു ഷോപ്പുകാർ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ കുട്ടീൻ്റെ ജീവൻ അവിടെ ഉണ്ടായിരിക്കൂല. എന്തോ ദൈവം കാത്തുരക്ഷിച്ചു തന്നെ നമുക്ക് പറയാം. അപ്പം ആർക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ വീഡിയോ എന്തായാലും ഇത്രയും നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റുമോ? ബൈ.